ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇത് ഇന്നും നാളെയും വരാൻ പോകുന്ന വിശേഷമല്ല. ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ജിൽ ചിന്നുവിൽ ഇടുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാണ്. അപ്പം ആവശ്യക്കാർ മാത്രം കാണുക, കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ കേൾക്കാതിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ഒരു സുവർണ അവസരം വരികയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സുവർണ അവസരം തന്നെയാണ് നമ്മുടെ നയനയ്ക്ക്. ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഒരു അവസരമാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമിക അതിന് സമ്മതിക്കുവോ? അതും അനന്ത മൂർത്തിയുടെ തന്നെ, അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ തന്നെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ആവുകയാണ്. ആ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നയനയാണ്. ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കും അഭിക്കുവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരൊരിക്കലും സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത്ര 2-3 മരുമക്കൾ ഇവിടെ ഉള്ളപ്പം എന്തിനാണ് അവളെ മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ 3 മരുമക്കളെയും കൂടി ഒരുമിച്ച് വെച്ച് ഉദ്ഘാടനം ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിച്ചു പല പല ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെയും വസന്തര മുത്തശ്ശിയുടെയും മുന്നിൽ ഇങ്ങനെ എത്തുന്നത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ ഇവിടെയൊന്നും അല്ലാട്ടോ അവര് ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. അത് ഗൾഫിലാണ് ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഒമാനിലോ അങ്ങനെ എങ്ങാണ്ട് അവര് ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഈ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. എങ്കിൽ പിന്നെ ദേവയാനിയെ കൊണ്ടു തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യിക്കാമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു. കാരണം അപ്പൊ വേറെ ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ലല്ലോ. അവിടെ നമ്മുടെ ദേവയാനി തന്നെയാണ്, ഞാൻ ഏതായാലും ഗൾഫിലേക്കൊന്നും വരുന്നില്ല അച്ഛ, എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല, എനിക്ക് പ്രായമൊക്കെ ആയില്ലേ, അതുപോലെ ഇനിയും അവസരങ്ങളൊക്കെ ഇനി നമ്മുടെ പുതു തലമുറയ്ക്കല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ ഇനിയും എനിക്ക് അവസരങ്ങൾ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നത്? അതുകൊണ്ട് ഞാൻ വരുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ എന്തുകൊണ്ടും അവിടെ യോഗ്യതയുള്ളത് അത് നയനമോൾക്ക് തന്നെയാണ് എന്ന് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തീരുമാനിക്കണം. അപ്പം വസന്തരയോട് പറയാണ്, വസന്തരെ ഏതായാലും ഈ കാര്യം നമുക്ക് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. എന്ത് പ്രശ്നം വന്നാലും ആ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യേണ്ടത് നയനമോള് തന്നെ ആയിരിക്കണം. കാരണം നയനമോള് വന്നതിൽ പിന്നെയാണ് നമുക്ക് ആ ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുമല്ല, ഇവര് ഇതുവരെ ഓപ്പൺ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ബ്രാഞ്ചുകളിനേക്കാൾ കൂടുതൽ എന്താ പറയാ, അത്രയ്ക്കും വലിയൊരു ഷോറൂമാണ് ഇവര് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നയനമോൾക്കാണ്. നയനമോള് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം എന്ന ഒരു ആഗ്രഹമാണ് മുത്തശ്ശിക്കും മുത്തശ്ശിനും ഉള്ളത്. അപ്പം ദേവയാനി ആകട്ടെ ഇത് തന്നെ ചെയ്യും എന്നറിയാം. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനി ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നയനയ്ക്കാണ് കൈമാറുന്നതെന്ന് നമ്മുടെ ദേവയാനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ ഈശ്വര, എന്റെ മരുമോളെ കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യിപ്പിക്കണേ. ഏതായാലും അച്ഛനും അമ്മയും അങ്ങനെ ഓപ്പൺ ചെയ്യിപ്പിക്കത്തുള്ളൂ, എങ്കിൽ പോലും അവർക്ക് മനസ്സിനൊരു മാറ്റം വരുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ കയറി ദേവയാനി നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ മുത്തശ്ശൻ ദേവയാനി വരൂ എന്ന് പറഞ്ഞ് ദേവയാനിനെ വിളിച്ചത്. അപ്പം എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറെ ഒന്നും അല്ല മോളെ, നിന്നെ വിളിച്ചു വരുത്തിയത്, നീ ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ, എങ്കിൽ പിന്നെ അത് നിന്റെ മരുമകൾക്ക് ഞങ്ങൾ ആ ഒരു അവസരം കൊടുക്കുകയാണെന്ന് പറയാ. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ദേവയാനി ആദ്യം എതിർക്കുകയാണ്. കാരണം എതിർക്കാതെ ഒരു രക്ഷയും ഇല്ലല്ലോ. നമ്മുടെ ദേവയാനിക്ക് സ്നേഹമാണ് നയനയോടൊന്നും ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താ, ഞാൻ ഇനിയിപ്പം ഓപ്പൺ ചെയ്യാൻ വരാത്തതുകൊണ്ട് അവളെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്? ഇവിടെ എത്ര മരുമക്കളുണ്ട്, വേറെ മരുമക്കളെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കത്തില്ലേ? ഇതിന്റെ കാര്യമുണ്ടോ അച്ഛന്? എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് അവിടെ വരെ യാത്ര ചെയ്യാനോ ഫ്ലൈറ്റിൽ കയറുവാനോ ഉള്ളൊരു ശാരീരികവും മാനസികമായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് എന്തിനാണ് അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്? വേറെ എത്രയധികം പ്രശസ്ത ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ ആരുടെയും കയ്യിൽ ഭദ്രദീപം കൊളുത്തിയാൽ പോരെ, അവരെ കൊണ്ട് ഭദ്രദീപം തെളിയിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ഇവിടെ നിന്ന് പൊട്ടക്കിണറ്റിൽ നിൽക്കുന്ന നയനയെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറയാണ്, ഇത് എന്റെ തീരുമാനമാണ് ദേവയാനി, എന്റെ തീരുമാനത്തെ നിനക്ക് എതിർക്കാൻ നീ തയ്യാറാണോ? എന്റെ തീരുമാനത്തെ നീ എതിർക്കുന്നുണ്ടോ? നീ എതിർത്ത് പറയുവാണെ ഓക്കെ,
നീ ഇപ്പൊ എതിർത്ത് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അവളെ കൊണ്ടുപോയില്ല എന്ന് പറയുമ്പം അയ്യോ ഈശ്വര, ഇത് വലിയ പെട്ടൊരവസ്ഥയായി പോയല്ലോ എന്ന് നമ്മുടെ ദേവയാനി തന്നെ മനസ്സിൽ തീരുമാനിച്ചിട്ട് അച്ഛന്റെ തീരുമാനമല്ലേ, ഇനിയിപ്പൊ ഞാൻ എന്തു പറയാനാണ്, അച്ഛന്റെയും ആദർശിന്റെയും ജയേട്ടന്റെ ഒക്കെ തീരുമാനങ്ങൾ തന്നെയാണല്ലോ ഇത്രയും ദിവസം ഞാൻ നടപ്പിലാക്കിയത്, എങ്കിൽ പിന്നെ ഇതും അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ എന്ന മട്ടിൽ നമ്മുടെ ദേവയാനി പറയാണ്. അപ്പൊ ദേവയാനി ഇത് പറഞ്ഞത് കേട്ടത് മൂർത്തി മുത്തശ്ശനും വസന്തരയ്ക്കും ഭയങ്കര സന്തോഷമായി. ഏതായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജലജ നേരെ ചെന്ന് അനാമികയോട് വിവരങ്ങൾ പറയുകയാണ്. ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് ഇതിന് നമുക്ക് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മോളുണ്ടല്ലോ ഇവിടെ, മോൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാലോ. ആ സ്ഥിതിക്ക് നയനയെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നയനയെ തന്നെ ഓപ്പൺ ചെയ്യാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇവിടെ മോക്കും നയനയ്ക്കും ഒക്കെ ഒരേ അവകാശമാണുള്ളത്. അനിക്കും മോക്കും നവ്യയ്ക്കും ഒക്കെ, അനിക്കും മോക്കും നയനയ്ക്കും എല്ലാവർക്കും ഒരേ അവകാശം തന്നെയാണുള്ളത്. അപ്പൊ പിന്നെ മോളെ എന്തിനാണ് മാറ്റി നിർത്തേണ്ടത്? അതും മോള് ഇവിടെ കയറി വന്നത് അവൾമാരെ പോലെ വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ. മോൾ ഇവിടെ കയറി വന്നത് അന്തസ്സായിട്ട് 10,000 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് താലി ചാർത്തി, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത്രയ്ക്ക് സ്വർണവും ഒക്കെ തന്നിട്ടല്ലേ മോൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ പിന്നെ ഇതങ്ങനെ വെച്ചു കൊടുത്താൽ ശരിയാവില്ല. ഇതങ്ങനെ നമ്മളിങ്ങനെ അയഞ്ഞു കൊടുക്കും തോറും അവരിത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മോൾ ഇവിടെ പ്രതികരിക്കണം എന്ന് ജലജ പറഞ്ഞപ്പോഴത്തേക്ക് ജാനകിയും പറഞ്ഞു, അവള് മാത്രമല്ല ഇവിടെ പ്രതികരിക്കാൻ പോകുന്നത്, ഞാനും കൂടെ ജലജ ഇവിടെ പ്രതികരിക്കാൻ പോകുന്നത്. ഓഹോ, എനിക്കറിയണമല്ലോ, എനിക്കും എന്റെ മോനും എന്റെ മരുമകൾക്കും ഒന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ലേ, ഞങ്ങൾ ഇവിടുത്തെ ആരാ? ഞങ്ങൾ ഇവിടുത്തെ ആരുമല്ലേ. എനിക്കിപ്പം തോന്നുന്നത് ജലജയെ പോലെ തന്നെ ഇവിടെ ദത്തെടുത്തതാണാ തോന്നുന്നത് പലരെയും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും പല തട്ടുകളിൽ ഓരോന്നായിട്ട് തിരിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ഞാൻ സമ്മതിച്ചു തരില്ല എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നേരെ മൂർത്തി മുത്തശ്ശന്റെയും വസന്തര മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്തു പരിപാടിയാ അച്ഛ ഈ കാണിക്കുന്നത്? അച്ഛന് ഒന്ന് ചിന്തിച്ച് ചെയ്തുകൂടെ? അച്ഛൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനും ഏതിനും നയന 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 കേട്ട് മടുത്തു. അവള് വലിയ ഡിസൈനർ ഒക്കെയാണ്. അവള് കാരണം നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എങ്കിൽ പോലും നയനമോൾക്ക് ഇപ്പം പടം വരയ്ക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അല്ല, ഒരു കാര്യം ചെയ്യത്തില്ലേ? ഇവർ രണ്ടുപേരും ഈ വീട്ടിന്റെ മരുമക്കളല്ലേ. ഇപ്പൊ നവ്യക്ക് പുറത്തു പോകാൻ പറ്റില്ല, അവള് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ എന്റെ അനാമിക മോള് പ്രഗ്നന്റ് ആണെങ്കിലും അവക്ക് 3 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവക്ക് യാത്ര ചെയ്യുന്നില്ല, യാതൊരു പ്രശ്നമില്ല. ഫ്ലൈറ്റിൽ പോവുകയാണ്, ഫ്ലൈറ്റിൽ പോകുന്നു, ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വരുന്നു. പിന്നെ എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അതുകൊണ്ട് എന്റെ അനാമിക മോളെയും ഇതിൽ പങ്കെടുപ്പിക്കണം. എന്റെ അനാമിക മോളെയും അവിടെ കൊണ്ടുചെന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യട്ടെ, അത് ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് അതിവിടെ നടക്കില്ല. കാരണം എന്തുകൊണ്ടും നമ്മൾ ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഐശ്വര്യമുള്ളവരെ കൊണ്ടാണല്ലോ ചെയ്യിക്കുന്നത്, എന്തെങ്കിലും ഇതിൽ പ്രസക്തി നേടിയവരെ കൊണ്ട്. ഒന്നെങ്കിൽ സിനിമാ താരം, അല്ലെങ്കിൽ പിന്നെ പാട്ടുകാര്, അല്ലെങ്കിൽ സ്പോർട്സ് താരം, അങ്ങനെ ഉള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടല്ലേ നമ്മൾ എല്ലാവരും, ഇപ്പൊ നമ്മൾ മാത്രമല്ല എല്ലാവരും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. നയനമോൾക്ക് ഈ ഒരു ഇതില് നല്ല കഴിവുണ്ട്, അവള് നല്ല ഡിസൈനർ ആണ്. അപ്പം അവൾക്ക് പെരുമയും പ്രസക്തിയൊക്കെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അവൾക്ക് എന്താണ് ഗുണമുള്ളത്? നയനയ്ക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടെങ്കിൽ അവൾക്ക് എന്ത് കഴിവാണുള്ളത്? എനിക്ക് പാട്ട് എഴുതാനുള്ള കഴിവുണ്ട്, അവൾക്ക് എന്ത് കഴിവാണുള്ളത്? അതെ, നമ്മൾ കഴിവുള്ളവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വിശ്വാസമാണ്, നമ്മുടെ ആ ഒരു ബ്രാഞ്ച് കൂടുതൽ ഉയർന്നു വരണമെന്ന് നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കും. അതിന് നീ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്റെ പൊന്ന് ജാനകി. നീ അതുകൊണ്ട് ഈ കേസ് വിട്ടുപിടി എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക ഇങ്ങ് വരികയാണ്. അനാമിക ഇങ്ങ് വന്നിട്ട് അല്ല മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാം എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും വേർതിരിച്ച് ഓരോ തട്ടിൽ കാണുന്നത്? എന്നെ ഒരു തട്ടിൽ കാണുന്നു, അതുപോലെ അഭിനെ നവ്യനെ ഒരു തട്ടിൽ കാണുന്നു, അഭിയേട്ടനെ നവ്യേട്ടനെ ഒരു തട്ടിൽ കാണുന്നു. അങ്ങനെ പലരെയും പല തട്ടിലാ ഇപ്പം മുത്തശ്ശൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജാനകി ഒന്ന് നോക്കി. കാരണം അനാമികയുടെ ശബ്ദം അവിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്നറിയാം. അതുകൊണ്ട് ജാനകി പറയുകയാണ്, വേണ്ട മോളെ, വേണ്ട അനാമികെ, നീ ഇവിടെ സംസാരിക്കണ്ട. നീ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധിക്കാരമാകും, മുതിർന്നവരെ എതിർത്ത് സംസാരിക്കുന്നതാകും, അങ്ങനെയൊക്കെ ആകുമെന്ന് പറഞ്ഞപ്പോ അനി വന്നിട്ട് പറഞ്ഞു, അല്ല അനാമികെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? നിനക്ക് ഗൾഫിൽ പോണോ? എനിക്ക് ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. അതെ, ഞാൻ പൊട്ടക്കിണറ്റിലൊന്നും അല്ല മറ്റുള്ളവർ ജീവിച്ച പോലെ ജീവിച്ചത്. ഞാനും ഈ ലോകം കണ്ട് ജീവിച്ചവള് തന്നെയാണ്. ഞാനും ഗൾഫിൽ പല കാര്യങ്ങൾക്കായി, പല ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് എന്റെ അച്ഛന്റെ കൂടെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് പോകാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല.
നമുക്കിവിടെ ഒരു വില തരുന്നില്ലല്ലോ, നമുക്ക് ഒരു കഴിവുമില്ലാത്തവരായി തള്ളി പറയുന്നല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമുള്ള ഒരു വിഷമം എനിക്ക്. ഭർത്താവോ സ്ഥാനം തരുന്നില്ല, ഭർത്താവിന്റെ വീട്ടുകാരും ഇപ്പൊ എനിക്ക് സ്ഥാനം തരുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ എന്തർത്ഥത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, മോളെ, നിനക്കിവിടെ ആരും വില തരുന്നില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നു. അവയെല്ലാം കണ്ടില്ല കേട്ടില്ല. നീ ഒരു കൊച്ചുകുട്ടിയാണ്, പോട്ടെ, നിന്റെ പക്വതയുടെ കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നില്ലേ? അത് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ നീ ഇവിടെ നിൽക്കണം, നിങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കണം എന്നതുകൊണ്ടല്ലേ? അപ്പൊ പിന്നെ മോൾ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ മുത്തച്ഛനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? മുത്തച്ഛന് ഇപ്പം അറിയാലോ, രോഗം ഭേദമായി വരുന്നതേ ഉള്ളൂ, അതിനിടയിൽ രോഗം കൂട്ടരുത് എന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശം വരികയാണ്. നയനയും ആദർശം വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിവരം പറയുന്നു. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇനിയിപ്പം ഗൾഫിൽ പോയി ഉദ്ഘാടനം ചെയ്യാനൊന്നും എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അത് അനാമിക ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ തീരുമാനം എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ ആർക്കും മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അല്ല ദേവയാനി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നിന്റെ മരുമോളെ ഗൾഫിലേക്ക് വിടുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടം, അതല്ലാതെ ഞാനിപ്പം വേറൊന്നും നോക്കാറില്ലല്ലോ. ഈ കുടുംബത്തിന്റെ ഭദ്രത, അതാ എനിക്കിപ്പം വേണ്ടത്. ഇവിടെ വഴക്കൊന്നും ഉണ്ടാകരുത്, അതാ എനിക്കിപ്പം വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് മാറി, എന്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, കേട്ടല്ലോ, ദേവയാനി പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ ഏതായാലും ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് ഇപ്പം ദേവയാനി ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ ഇവിടെ ആർക്കാ എന്താ പറയാനുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞോണം, അല്ലാതെ ഇനി അവിടെ നിന്നും മാറി നിന്ന് പറയാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് ജലജയോടും അഭിയോടും കൂടിയാ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പം ജലജ പറഞ്ഞു, ഓ, അതെന്താ അച്ഛനും അമ്മയും അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി എപ്പോ വേണമെങ്കിലും ചോദിക്കും, അല്ലാതെ എനിക്ക് മുക്കിലും മൂലയിൽ നിന്നും വർത്താനം പറയുന്ന ശീലമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം, അതെ ജലജെ, ഇവരെ എല്ലാം പിരികേറ്റിക്കൊണ്ട് വന്നത് നീയാണെന്നേ ഞങ്ങൾക്കറിയാം. അതെ, ഞങ്ങൾ ഈ വീട്ടിലെ ചോറ് തന്നെ തിന്ന് വളരുന്നതാ, അത് നീ മറക്കരുത് കേട്ടോ ജലജ എന്ന് പറഞ്ഞപ്പം ജലജ നമ്മുടെ അനാമികേനെയും അതുപോലെ തന്നെ ജാനകീനെയൊക്കെ ഒന്ന് നോക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു അടിപൊളി വിശേഷം വരാനിരിപ്പുണ്ട്. ഏതായാലും ന്യൂ ബ്രാഞ്ചൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ നയന തന്നെയാണ്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.